ഹായ്, ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പമാണ്. ഇടിയപ്പമൊക്കെ റെഡിയായി. ഇത് മുട്ട ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഉച്ചക്കത്തേക്ക്. പിന്നെ ഇത് മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കാൻ നോക്കാം. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാവേ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് കഴുകി ഇത് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അത് നല്ലപോലെ വഴറ്റി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുക്കണേ. ചെറു തീയിൽ വെച്ചിട്ട് നിരത്തി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ലപോലെ ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ട് വരിക. ഞാനിതിന് മുന്നേ വേറെ വേവിക്കുന്നൊന്നുമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്നിട്ടൊന്നൊരു പകുതി മുപ്പായി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എത്ര എരിവ്, കുട്ടികൾക്കാണെങ്കിൽ എരിവ് കുറച്ച് മതിയല്ലോ, അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഗരം മസാല, വളരെ കുറച്ചായിട്ട് ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഇത് ഫ്രൈ ആയി വരണം. കിഴങ്ങ് നല്ലപോലെ പെട്ടെന്ന് ആവും കേട്ടോ. ഒത്തിരി സമയമൊന്നും വേണ്ട. നമ്മൾ ചോറാണെങ്കിൽ നല്ലപോലെ ഉപ്പ്, നാരങ്ങ നീരും പിന്നെ മസാലക്കൂട്ടെല്ലാം ചേർത്തിട്ട് നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ റൈസ് വേവിക്കുന്ന പോലെ വേവിച്ച് പറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൈമ റൈസ് എടുത്തേക്കണേ. നിങ്ങൾക്ക് ജീരകശാലയോ പൊന്നീരിയോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഫ്രൈ ആക്കിയ ഉരുളക്കിഴങ്ങിലോട്ട് ഈ റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അധികം ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ അത് നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ കുഴയാതെ, ഉരുളക്കിഴങ്ങ് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകാതെ നോക്കണേ. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ടാട്ടോ ഇടയ്ക്ക് ഒരു സൈഡൊക്കെ ആയി പോകുന്നത്. ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നമുക്ക് സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പഴയ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി അതിൻ്റെ മേലെ തൂകിയിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡിയാവേ. ഞാൻ മുട്ട നല്ലപോലെ പുഴുങ്ങിയ മുട്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് അതിൻ്റെ കൂടെ സെർവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഫിഷ് ഫ്രൈയോ ഓംലെറ്റോ എന്താണെന്ന് വെച്ചാൽ ഒന്നും ഇല്ലെങ്കിലും ടേസ്റ്റാട്ടോ. എനിക്ക് ചുമ്മാ കഴിക്കാനാണ് ഇഷ്ടം. എന്നാലും നമ്മൾ ഇത് കഴിക്കുമ്പോൾ കാണാനൊരു ഭംഗി വേണമെന്ന് വെച്ചാൽ മുട്ടയും കൂടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റുമാണ്, വളരെ സിമ്പിളുമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അവർ കഴിച്ചോളും, കളയാതെ കഴിച്ചോളും. ചോറെല്ലാം കൊടുത്തു വിട്ടാൽ ഇങ്ങനെ ഉണ്ടാക്കിയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണേ. അപ്പോഴാണ് നമ്മൾ പുതിയ ഇതിടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇത് വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മറക്കാതിരിക്കുക. അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സ് റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. അതേ നമ്മുടെ പൊട്ടറ്റോ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എഗ്ഗ് ഫ്രൈ ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.